സൗദിയിലെ ദമാമിൽ മലയാളി കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി അഖിൽ അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്. കേസിൽ സൗദി പൗരനെ അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിലുണ്ടായ അടിപിടിക്കിടെ ഗോവണിയിൽ നിന്ന് വീണാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദമാമിലെ വാദിയയിലാണ് സംഭവം. തിരുവനന്തപുരം അതിയന്നൂർ ബാലരാമപുരം സ്വദേശി അഖിൽ അശോക് കുമാർ സിന്ധുവിനെ കോണിപ്പടികൾക്ക് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഖിലിന് 28 വയസ്സായിരുന്നു. കേസിൽ സൗദി പൗരനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുണ്ടായ അടിപിടിയിൽ സ്റ്റെയർകേസ് വഴി താഴേക്ക് വീണാണ് മരണം. വ്യാഴാഴ്ച രാത്രി ഖതീഫിൽ നിന്നും വാദിയയിലേക്ക് പോയതാണ് അഖിൽ. ഇവിടെയുള്ള ഒരു കെട്ടിടത്തിൽ വെച്ചാണ് വാക്കുതർക്കമുണ്ടായത്. എന്നാൽ എന്തിനാണ് വാദിയയിലെത്തിയത് എന്നതിൽ വ്യക്തതയില്ല. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. AC ടെക്നീഷ്യനായി 7 വർഷമായി ദമാമിലെ ഖതീഫിലായിരുന്നു അഖിലിന് ജോലി. സന്ദർശക വിസയിൽ സൗദിയിലെത്തിയ ഭാര്യയും മാതാപിതാക്കളും 2 ആഴ്ച മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. കേസന്വേഷണവും തുടരുന്നുണ്ട്. മീഡിയ 1 ദമാം.